ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതാ രാവിലെ അടുപ്പൊക്കെ തുടച്ച് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് നൂൽപുട്ടാട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി അധികം വെച്ചു. അപ്പോൾ ചായക്ക് കൊടുക്കാം, നൂൽപുട്ടിന് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കുന്ന ഗ്യാപ്പിന് പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അത് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ അതാ സടുപിടാ പറഞ്ഞ് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അതിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാറ്റി ബാക്കി വെള്ളത്തിൽ ഞാൻ ചായപ്പൊടി ഇട്ട് ചായ റെഡിയാക്കി. എന്നിട്ട് ഇതാ നൂൽപുട്ടിനുള്ള മാവ് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കി ആ വെള്ളത്തിലിട്ട് നമ്മളിനിയിപ്പോൾ പൊടിയിട്ട് വാട്ടിയെടുത്തിട്ട് നൂൽപുട്ടുണ്ടാക്കുന്ന പ്രൊസീജിയർ എല്ലാവർക്കും അറിയാലോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഇട്ട് വാട്ടിയെടുത്തു. ഇനി നമ്മളിതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന കറി ഉരുളൻകിഴങ്ങ് കറിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് പത്തിരി ഉണ്ടാക്കാമെന്നാണ്. പത്തിരി ഉണ്ടാക്കാൻ പിന്നെ ടൈം ഒത്തിരി നേരം വൈകി, എഴുന്നേൽക്കാൻ നേരം വൈകിട്ടല്ല, നല്ല തണുവ പുറത്ത്. അപ്പോൾ ഈ ഷൂട്ടിന് എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കുക്കറിലൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നൂൽപുട്ട് ആകെ 6 ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് 3 അമ്മയ്ക്ക് 3 അത്രേ ഉള്ളൂ. യാഷൂട്ടനെ അന്ന് കൊടുത്തിട്ട് യാഷൂട്ടൻ കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ സബോള ഇന്നത്തെ ഞാനൊരു വെറൈറ്റി ആയിട്ടോ കറി ഉണ്ടാക്കുന്നത്. സബോള നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് ഇതാ നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് പിന്നെ എന്തുട്ടാ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചിട്ട് തന്നെ എടുക്കുന്നത്. തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരച്ചിട്ട് തന്നെ എടുക്കുന്നത്. ഇതൊക്കെ അരച്ചിട്ട് സബോള വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അതും വഴറ്റിയെടുക്കാം. എന്നിട്ട് അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായ മസാലകൾ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിലിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിടുന്നില്ല. അപ്പോൾ അതും ഇട്ട് നന്നായി വാട്ടി വന്നതിന് ശേഷം വേവിച്ച് വെച്ച കിഴങ്ങും അതിലോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച കിഴങ്ങായ കാരണം നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞോളും. എന്നാലും ഒന്ന് ഉടച്ച് ശരിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നൂൽപുട്ടും കറിയും കൂട്ടി ചായ കുടിച്ചു.